ഇനി ഒരു നിർണായകമായ ചോദ്യം. പ്രേക്ഷകർ നാളുകളായി കാത്തിരുന്ന ഒരു ഉത്തരം. പ്രേക്ഷകർ പലപ്പോഴും തെരഞ്ഞെടുപ്പൊന്ന് കഴിയട്ടെ എന്ന് കരുതി പലരും ചർച്ചയാക്കാതിരുന്ന ആ ചോദ്യത്തിലേക്ക് അങ്ങയുടെ ഭാഗത്തുനിന്നൊരു വലിയ വീഴ്ചയുണ്ടായി അല്ലേ ഈ പ്രചാരണ കാലത്ത്? ഒരു പ്രമുഖ നേതാവിനെ അങ്ങ് സ്വീകരിച്ച് അനയിച്ചില്ല. ഒരു പ്രമുഖ നേതാവിന് വേദികൾ ഒരുങ്ങിയപ്പോൾ അവിടെ താക്കോൽ സ്ഥാനം കൊടുത്തില്ല. ഒരു പ്രമുഖ നേതാവിന് പാർട്ടിയും സംഘടനയും നേതൃത്വമൊന്നും വേണ്ടത്ര പരിഗണന നൽകിയില്ല. അങ്ങനെ 11-ാം മണിക്കൂറിൽ ആ പ്രമുഖ നേതാവ് ചാടി. ആദ്യം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞെങ്കിലും ഒടുവിൽ കോൺഗ്രസ് പാളയത്തിൽ ചെന്നെത്തി. അതിഭയങ്കരമായ തിരിച്ചടി BJPക്കും NDAക്കും നേരിടും എന്നുള്ള കോലാഹലമുയർത്തി. അതിൻ്റെ ആകെ തുക എന്താണ്? ഇതേക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? ഇത് ഫലത്തിൽ ചെയ്തത് എന്താണ്? കുറിച്ച് തന്നെയാണ്. 84-ൽ സംഘശാഖയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് CPM ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്നാണ്. അച്ഛനെല്ലാം CPMൻ്റെ പ്രവർത്തകനായിരുന്നു. ആ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘശാഖയിലൂടെയാണ്. എല്ലാ കുറവുകളും എൻ്റെയാണ്. ഈ പ്രസ്ഥാനത്തെ ഒരു കാലത്തും ഒരു സമയത്തും വഞ്ചിക്കാൻ അല്ലെങ്കിൽ ചതിക്കാനോ എനിക്ക് കഴിയില്ല. അത്തരമൊരു പ്രവർത്തനം ഏതൊരു വ്യക്തിയിൽ നിന്നുണ്ടായാലും അയാളുടെ വ്യക്തി ജീവിതത്തിൽ പോലും അയാൾ രക്ഷപ്പെടില്ല. കാരണം അത്രയേറെ പവിത്രമായിട്ടുള്ളൊരു സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് യഥേഷ്ടം ഉദാഹരണങ്ങൾ ഞാൻ നമ്മുടെ സാധാരണ പ്രവർത്തകരോട്, നമ്മുടെ കാര്യകർത്താക്കളോട് പറയാറുണ്ട്. ഒരിക്കലും നമ്മുടെ സംഘടനയ്ക്കെതിരായിട്ട്, കാരണം ഒരുപാട് ബലിദാനികളുടെ ശ്രമഫലമായിട്ട് അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ആര് വഞ്ചിച്ചാലും അവരുടെ പൊതുജീവിതത്തിലല്ല വ്യക്തി ജീവിതത്തിലും രക്ഷപ്പെടില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇന്നലെ ഞാൻ അന്നെല്ലാം മറുപടി പറയാതിരുന്നത് ഈ രാജ്യം മുഴുവനുള്ള, ലോകമെമ്പാടുമുള്ള മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു അച്ചടക്കമുള്ള ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുനിന്നും ഒരു വാക്ക് പോലും പിഴച്ചു പോരുതെന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. ജില്ലാ പ്രസിഡന്റ് ശ്രീ KM ഹരിദാസിനോട് പറഞ്ഞു, കൃഷ്ണകുമാർജി, നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കും, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഡൽഹിയിലായിരുന്നു. നിങ്ങൾ സന്ദീപിനെ വിളിച്ച് സംസാരിച്ചു. സന്ദീപിനോട് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, നാളെ കാലത്ത് സന്ദീപിൻ്റെ അമ്മ ഒരു കാരണവശാലും വിട്ടുപോകരുത്, നാളെ കാലത്ത് പോകണം, സന്ദീപിൻ്റെ വീട്ടിൽ പോയി റീത്ത് വെക്കണം, പോയാൽ മാത്രം പോരാ, റീത്ത് വെക്കണം. സന്ദീപ് നമ്മൾ സംഘടനാപരമായിട്ട് വീക്കായിട്ടുള്ള പ്രദേശമാണ്, അവിടെ പ്രവർത്തകർ നിരാശരാകരുത്, നിർബന്ധമായിട്ട് അവിടെ എത്തണം എന്നുള്ളത് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പോയിരുന്നു. ഞാൻ റീത്ത് വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഡ്രൈവറായിരുന്ന ഹരി പോലും ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് കൃഷ്ണകുമാരേട്ടൻ ഇതിന് മറുപടി പറയാതിരുന്നത്? ഞാൻ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയേണ്ട ആളല്ല. ഒരു സ്വന്തം അമ്മ മരിച്ച സമയത്ത് ഒരാൾ വന്ന് റീത്ത് വച്ചില്ല അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചില്ല എന്നുള്ള കാര്യമൊന്നും ഇത് പൊതുവേദികളിൽ വിളിച്ചു പറയേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നോട് അദ്ദേഹത്തിന് അത്തരമൊരു കാര്യമുണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ദിവസം എൻ്റെ കൂടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ. അതിനു മുമ്പ് എത്രയോ തവണ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് സംഘടനാപരമായിട്ടുള്ള നടപടി ഉണ്ടായിരുന്ന സമയത്ത് പോലും എന്നെ സമീപിച്ചിട്ടുണ്ട്. എന്നോട് സംസ്ഥാന അധ്യക്ഷനോട് സംസാരിച്ച് തെറ്റുപറ്റിയതാണ്, തിരിച്ചു വരാനുള്ള അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം പോസിറ്റീവായിട്ടാണ് ഞാൻ ഒരു അനിയനോട് ഉപദേശിക്കുന്നത് പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി അത് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അദ്ദേഹം വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യക്കുറവും പ്രകടിപ്പിക്കാതിരുന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ സ്ഥാനാർത്ഥി നിർണയം പോലും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ആര് സ്ഥാനാർത്ഥിയായാലും നമ്മുടെ എല്ലാ ലക്ഷ്യമാവ കൃഷ്ണകുമാറിലേക്ക് വരാം. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വളരെ നിർണായകമായൊരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു. ഇതിനകം നിമിഷം കൊണ്ട് അതിനുള്ള മറുപടി തുരുതുരെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട്. പ്രദീപ് ജി, എന്ത് പ്രമുഖൻ, ഓൺലൈൻ നേതാവ്, സോഷ്യൽ മീഡിയയിലൂടെ വളർന്നവൻ, RK വൈകുണ്ഠം, രാധാകൃഷ്ണൻ ജി കേട്ടു. മിനിജി നമസ്തേയുണ്ട്. മിനിജി ടെക്സസിൽ നിന്നാണ്. മിനിമോൾ ചന്ദ്രിക. CPK നായർ, നല്ല ചോദ്യം, താങ്ക് യു. അശോകൻ 366 ചാനലിൽ കിടന്ന് ഓവർ ആക്ട് കാണിച്ചപ്പോഴേ 3 കുത്ത് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ വിട്ടുപോയ ഒരു സംഗതി, വിട്ടുപോയതല്ല, ഒരു ഇടവേള കിട്ടാത്തത് കൊണ്ട് പറയാതെ പോയ ഒരു പിറന്നാൾ ആശംസയുണ്ട്.
അതിലേക്ക് വരാം. ശ്രീ കൃഷ്ണകുമാർജി, ഒരു സെക്കൻഡ് അതൊന്ന് കട്ടായായിരുന്നു. എന്തുകൊണ്ട് അങ്ങ് പരസ്യമായി മറുപടി പറഞ്ഞില്ല എന്ന് അണികളും സഹപ്രവർത്തകരും ചോദിച്ചു. അതങ്ങയുടെ മാന്യത. തുടരാം അങ്ങേക്ക്. ഇന്നലെ ഗുരുവായൂരിലെ കൃഷ്ണദാസ് എന്നുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അരുൺ, അവരെല്ലാം FB പോസ്റ്റ്. 2012 സന്ദീപിൻ്റെ ചെത്തലൂരുള്ള പ്രദേശത്ത് ഒരു സംഘർഷമുണ്ടായി. മോദിജിയുടെ സ്വാമി വിവേകാനന്ദൻ്റെ പോസ്റ്റർ നശിപ്പിച്ചത് സംബന്ധിച്ച്, ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചത് സംബന്ധിച്ച് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും NDF-ൻ്റെയും പ്രവർത്തകരുമായിട്ട് സംഘർഷമുണ്ടായ സമയത്ത് സന്ദീപ് വാര്യർ ആ പ്രദേശത്ത് നിന്ന് തന്നെ മുങ്ങി. അവിടുത്തെ സാധാരണ പ്രവർത്തകരെ ഇട്ട് അവരെ വഴിയാധാരമാക്കിയിട്ട് അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. ആ സമയത്ത് സന്ദീപ് ഇട്ട പോസ്റ്റ് അവർ സോഷ്യൽ മീഡിയയിലിട്ട വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് പ്രവർത്തകർ ഇട്ടിരിക്കുന്നത്. അന്ന് ആ വാട്സാപ്പ് പോസ്റ്റിൽ സന്ദീപ് പറയുന്നുണ്ട്, ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള കൃഷ്ണകുമാർജി എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ അമ്മയെ കണ്ടു, ശശികല ടീച്ചർ വന്നു, രാഹുൽ ഈശ്വർ വിളിച്ചു, എനിക്കിവിടെ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുകയാണ് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതെല്ലാം വ്യക്തമാക്കുന്നത് എന്താ? ഞാനൊരു സാധാരണ പ്രവർത്തകന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ ഞാൻ അറിഞ്ഞാൽ ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ആളാണ്. അത് സംഘർഷ സമയത്തായാലും ശരി, സമാധാന സമയത്തായാലും ശരി, അവരെ ആശ്വസിപ്പിക്കേണ്ട സമയങ്ങളിൽ ഓടിയെത്തി ആശ്വസിപ്പിക്കാവുന്ന ഒരു ശീലം എനിക്കുണ്ട്. കാരണം ഞാൻ വളർന്നു വന്നത് അങ്ങനെയാണ്. ഞാൻ സംഘശാഖയിലൂടെ പോകാൻ ആരംഭിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ അന്നത്തെ പ്രചാരകനായിരുന്ന അടൂർ മുരളിയേട്ടൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം സൈക്കിളിലാണ് വരിക. അദ്ദേഹം വന്ന് തോളത്തൊരു തട്ട് തട്ടിയാൽ, ഒന്നും പറയില്ല, തോളത്തൊരു തട്ട് തട്ടിയാൽ 10 മടങ്ങ് ഊർജം പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിച്ച കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ സംഘത്തിൻ്റെ ജില്ലാ കാര്യമായിരുന്ന VK ചന്ദ്രേട്ടൻ, വടക്കന്തറിയിലെ ചന്ദ്രേട്ടൻ, അദ്ദേഹമൊക്കെ ധനലക്ഷ്മി ബാങ്കിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം എല്ലാം വന്ന് ഒന്നും പറയില്ല, വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് അമ്മയോടും അച്ഛനോടും സംസാരിക്കും, ഒരു ചായ കുടിക്കും, തിരിച്ചു പോവും. ഈ കാര്യത്തെ സംബന്ധിച്ച്, എന്തിനാ വന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇഷ്യൂവിനെ സംബന്ധിച്ച് പോലും പറയില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ വന്ന ആളാണ് ഞാൻ. എൻ്റെ പ്രദേശത്ത് ഞാനും വേറെ 2 സാധാരണ പ്രവർത്തകരുണ്ടായിരുന്നു. T. ശിവദാസ മേനോൻ അടക്കമുള്ള, അന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന T. ശിവദാസ മേനോൻ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ട് ശാഖയിൽ വരുന്ന ആളാണ് ഞാൻ. എൻ്റെ കൂടെ വന്ന മുഴുവൻ ആളുകളെയും അവർ മടക്കി പാർട്ടിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ മാത്രം ഉറച്ചു നിന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണെങ്കിലും അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിലും അന്ന് ഉറച്ചു നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സംഘകാര്യകർത്താവിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കൾക്ക് പ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ കഴിയുക, അവരെങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ഞാൻ, ഒരു പ്രവർത്തകൻ ഇത്തരം സാഹചര്യത്തിൽ ഉള്ള സമയത്ത് ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു തോളത്ത് ഒരു തട്ട് മാത്രം മതി നമ്മുടെ പ്രവർത്തകരെ ആശ്വസിപ്പിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഞാനത് ജില്ലാ പ്രസിഡന്റിനോട് ശ്രീ KM ഹരിദാസിനോട് അറിയാം. ഹരിദാസ് എന്നോട് ചോദിച്ചിരുന്നു, എന്താ കൃഷ്ണകുമാർജി നിങ്ങൾ മറുപടി പറയാതിരുന്നത്, അത് നിങ്ങൾക്ക് വലിയ വ്യക്തിപരമായിട്ട് ഡാമേജ് ഉണ്ടാക്കിയില്ലേ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഡാമേജ് അല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രസ്ഥാനം വലിയൊരു യുദ്ധഭൂമിയിലാണ്. ആ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അതിനായിട്ട് വേറൊരു വെർഷനായിട്ട് വന്ന് അത് കൂടുതൽ ചർച്ചയാക്കാൻ ആണ് മാധ്യമങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ എനിക്ക് എന്ത് വ്യക്തിപരമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിക്കോട്ടെ, സത്യം പുറത്തു വരും, എന്തെങ്കിലും പുറത്തു വരും. ആ ഓരോ സത്യങ്ങളും ഓരോ ദിവസങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള വികാരം എന്തായിരുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തത്, ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു പോയത് കേവലം കസേര മാത്രമല്ല, അതിനപ്പുറമുള്ള പലതും ലഭിച്ചതുകൊണ്ടാണ് പോയത് എന്നുള്ളതൊക്കെ ഇന്ന് പ്രവർത്തകരുടെ ഇടയിലും മറ്റുള്ള ആളുകളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ പോയത് എന്തിനെ സംബന്ധിച്ചെല്ലാം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇനി ഏത് വലിയ നേതാവ് ഈ പ്രസ്ഥാനത്ത് നിന്ന് പോകാൻ തീരുമാനിച്ചാലും അയാൾക്ക് പോകാമെന്നല്ലാതെ അയാളുടെ നിഴൽ പോലും കൂടെ പോവില്ല. നാളെ കൃഷ്ണകുമാർ ഈ പ്രസ്ഥാനത്ത് നിന്ന് പോയാലും ഈ പ്രസ്ഥാനത്ത് നിന്ന് ഒരു പ്രവർത്തകൻ, സാധാരണ പ്രവർത്തകൻ പോലും കൂടെ പോകാൻ തയ്യാറാവില്ല. അതാണ് ഈ പ്രസ്ഥാനം ഓരോ പ്രവർത്തകനെയും പഠിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിക്കല്ല പ്രാധാന്യം, ആശയത്തിനും ആദർശത്തിനുമാണ് പ്രാധാന്യം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്.
എന്നെ എന്തെങ്കിലും എനിക്കിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രസ്ഥാനം തന്നതാണ്. ഈ ശാഖയിൽ വരുന്ന സമയത്ത് ഞാൻ ഒരു സാധാരണ മുനിസിപ്പൽ കൗൺസിലർ പോലും ആവാമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നെ മുനിസിപ്പൽ കൗൺസിലറാക്കി, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി, വൈസ് ചെയർമാനാക്കി എൻ്റെ പ്രസ്ഥാനം. ഒരു ബൂത്ത് പ്രസിഡൻ്റായിരുന്ന എന്നെ ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സംഘടന തന്ന അംഗീകാരമാണ്. ആ സംഘടനയ്ക്ക് ഒരു കോട്ടവും വരുന്ന രീതിയിൽ ഒരു വാക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത് എൻ്റെ ദൃഢനിശ്ചയമായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ എന്തൊക്കെ പ്രകോപനമുണ്ട്, എന്നെ വ്യക്തിപരമായിട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്ന സമയത്തും ഞാൻ അതിന് മറുപടി പറയാതിരുന്നത് എൻ്റെ സംഘടനയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ, ഇതിനേക്കാളും മൂർച്ചയേറിയിട്ടുള്ള മറുപടികൾ കൊടുക്കാൻ, ആക്ഷേപങ്ങൾ ചൊരിയാൻ യഥേഷ്ടം തെളിവുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സംഘടനയെ ബാധിക്കുന്ന ഒരു വാക്കും പറയാൻ ഞാൻ തയ്യാറല്ല. ശ്രീ കൃഷ്ണകുമാർ, അങ്ങ് അങ്ങനെ പറയുന്നു, പ്രവർത്തകർ പലരും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ ചോദ്യം അതിരൂക്ഷമായ വിമർശനം, അതിനിശിതമായ വിമർശനം. അപ്പോൾ തന്നെ പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് ചില പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്, മറുപടി അർഹിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഏറ്റവും താഴെ തട്ടിലുള്ള അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരുത്തരെ നിയോഗിക്കുന്നു ഒരു നിയോഗവുമായി. ആ നിയോഗം ഏറ്റെടുക്കുന്നു, നിറവേറ്റുന്നു, പിന്മാറുന്നു. ആ വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കേവലം റോളുകൾ വഹിക്കാനായി നിയോഗിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് നാം വളർന്നു എന്ന് തോന്നുന്ന നിമിഷം അതല്ലേ ഇവിടെ നിർണായകമായത്? അപ്പോൾ ഇപ്പോഴാണ് എത്തേണ്ടടുത്ത് എത്തിയത്. അതെ, അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട്, ഞാൻ ഇന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നാളെ എന്നോട് എൻ്റെ മാതൃപ്രസ്ഥാനം പറയുന്നത് കൃഷ്ണകുമാർ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയ രംഗത്തല്ല, കൃഷ്ണകുമാർ പ്രവർത്തിക്കേണ്ടത് വേറൊരു രംഗത്താണ്, അല്ലെങ്കിൽ കൃഷ്ണകുമാർ പ്രവർത്തിക്കേണ്ടത് നാളെ ബൂത്തിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ അത് ഞാൻ ശിരസാ വഹിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു കസേര കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു വേദിയിൽ ഇരിപ്പിടം കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലൊന്നും ഈ പാർട്ടി, ഈ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ രാഷ്ട്രീയ രംഗത്തല്ല, ഇനി കൃഷ്ണകുമാർ പ്രവർത്തിക്കേണ്ടത് വേറൊരു രംഗത്തിലാണെന്ന് എൻ്റെ മാതൃസംഘടന പറഞ്ഞാൽ, മാതൃപ്രസ്ഥാനം പറഞ്ഞാൽ അത് 100% ഞാൻ ശിരസാ വഹിക്കും. ഞാൻ 2016 സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മലമ്പുഴയിൽ മത്സരിക്കാൻ അന്ന് സംഘടനാ സെക്രട്ടറി, BJPയുടെ സംഘടനാ സെക്രട്ടറി എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മലമ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ. കാരണം ഞാൻ അവിടെ യാതൊരു ഗ്രൗണ്ട് വർക്കും ചെയ്തിട്ടില്ല. സംഘടനാപരമായിട്ട് BJP ഏറ്റവും ദുർബലമായിട്ടുള്ള മണ്ഡലം. ഞാൻ ഇവിടുത്തെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തോളാം. അല്ല, സംഘടനാ തീരുമാനമാണ് കൃഷ്ണകുമാർ അവിടെ മത്സരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ 100% സംഘടനാ തീരുമാനം അംഗീകരിക്കുന്നു. ഞാൻ അവിടെ വളരെ പുറകിലായിരുന്നു, 3000-ൽ താഴെ വോട്ടാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ VS-നെതിരെ വിജയിക്കുന്നു ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ മലമ്പുഴയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തായിട്ട് മാത്രമേ തിരിച്ചു വരുള്ളൂ എന്ന്, തിരിച്ച് വരിക എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ മലമ്പുഴയിലേക്ക് പോയത്. അന്ന് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് കൊടുത്ത ഉറപ്പ്, സംഘടനാ സെക്രട്ടറിക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചുകൊണ്ട് അന്ന് 46,000-ലധികം വോട്ട് ലഭിച്ച് മലമ്പുഴയെ 2ാം സ്ഥാനത്ത് എത്തിച്ചു. 2021-ലും വീണ്ടും അവിടെ വോട്ട് വർദ്ധിപ്പിച്ച് 50,000-ലധികം വോട്ട് നേടി 2ാം സ്ഥാനത്ത് എത്തിച്ചു. അത് എൻ്റെ നേട്ടമാണെന്ന് ഞാൻ പറയില്ല. അവിടുത്തെ മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെയും പ്രവർത്തകർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. എല്ലാ വ്യക്തിപരമായിട്ടുള്ള അവർക്ക് നേരിട്ട വെല്ലുവിളികളെ, അവർക്ക് നേരിട്ട എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് അവരന്ന് എന്നോടൊപ്പം നിന്ന് ഈ വോട്ട് നേടിയെടുത്തത്. അത് നിരവധി ബലിദാനികളുടെ മണ്ണാണ് മലമ്പുഴ. ആ മണ്ണിൽ CPM-ൻ്റെ കൊത്തടങ്ങളിൽ പോലും നമുക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞത് നമ്മുടെ പ്രവർത്തകരുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം പ്രസ്ഥാനം എന്തു പറഞ്ഞാലും, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കൃഷ്ണകുമാർ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്കണം, കൃഷ്ണകുമാർ ഇന്ന ബൂത്തിലാണ് പ്രവർത്തിക്കേണ്ടത് പറഞ്ഞാൽ പ്രവർത്തിക്കണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ സംഘടനയിൽ നിന്ന്. അല്ലാതെ ഒരു കസേര കിട്ടിയില്ല ഒരു കൺവെൻഷനിൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ ഒരാൾ ഒരു തിരക്കിനിടയിൽ എന്നോട് ചിരിക്കാൻ വിട്ടുപോയി, ഇതെല്ലാം പറഞ്ഞ് പ്രസ്ഥാനത്തെ, ഒരു വ്യക്തിയെ കണ്ടിട്ടല്ലല്ലോ ഞാനിന്ന് 10,000-കണക്കിന് പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. സംഘടനയെ കണ്ടിട്ടാണല്ലോ, ഒരു ആദർശത്തെ കണ്ടിട്ടാണല്ലോ, ഒരു ആശയത്തെ കണ്ടിട്ടാണല്ലോ. അതാണല്ലോ ആദ്യം, അതിനാണല്ലോ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് പകരം ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോലെ ഒരു വ്യക്തിയുടെ കേന്ദ്രീകരിച്ച് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ പറ്റും. അല്ലെങ്കിൽ
തൽക്കാലം കിട്ടുന്ന സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും കിട്ടുന്ന ശ്രദ്ധയുടെ പേരിൽ മുന്നോട്ട് പോയാൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കും. ഞാൻ പറയാറുണ്ട്, എനിക്ക് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം പ്രവർത്തകർക്കൊപ്പം നിൽക്കാനാണ്, ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കാനാണ്. അത് ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്തും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന സമയത്തുമൊക്കെ ഇന്നും സാധാരണ പ്രവർത്തകർക്കൊപ്പം പോസ്റ്റ് ഒട്ടിക്കാനും കൊടികെട്ടാനും അവർക്കൊപ്പം യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള യാത്രകളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലുമാണ്.